ഹോസ്റ്റലിന്റെ ശോച്യാവസ്ഥ മൂലം ദുരിതത്തിലായിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ ജോൺ മത്തായി സെന്ററിലെ വിദ്യാർത്ഥികൾ. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതും കെയർടേക്കർ ഇല്ലാത്തതുമാണ് ഹോസ്റ്റലിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. വിദ്യാർത്ഥികൾ ഒട്ടനവധി തവണ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിട്ടും അനാസ്ഥ തുടരുകയാണ്. പടർന്നു പിടിച്ച പൊന്തക്കാടിനടുവിൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ കുട്ടികൾ കഴിയുന്ന ഹോസ്റ്റൽ കെട്ടിടം, ചുമരിലൂടെ ജനൽ വഴിയെത്തുന്ന കാട്ടുവള്ളികൾ, ഇടയ്ക്ക് അതുവഴി കയറി വരുന്ന ഇഴജന്തുക്കൾ. ഇനി ഈ കാണുന്നത് ഹോസ്റ്റലിലെ ഒരു ശൗചാലയവും കിണറുകളുമാണ്. കാറ്റൊന്ന് ആഞ്ഞുവീശിയാൽ ഹോസ്റ്റലിലെ വിളക്കുകൾ അണയും. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിവെച്ച ജനറേറ്ററുകൾ ഇനിയും പ്രവർത്തിപ്പിച്ചിട്ടില്ല. മഴ പെയ്തു തുറന്നാൽ ജലജന്യ രോഗങ്ങളാൽ വിദ്യാർത്ഥികൾ വീർപ്പുമുട്ടും. ഒരു കിണർ പോലും വൃത്തിയായിട്ടുള്ളൊരു കിണറില്ല. ഇവിടുത്തെ ടാങ്കുകൾ വർഷങ്ങളായിട്ട് കഴുകിയിട്ടുള്ള ടാങ്കുകളാണ്. ഏതോ വർഷങ്ങൾക്ക് മുമ്പ് കഴുകിയിട്ടുള്ള ടാങ്കുകളാണ്. ഇതിനകത്ത് ഏതോ വർഷങ്ങൾ മുന്നേ ചത്ത് കിടന്നിട്ട് എലിയുടെ അസ്ഥികുടങ്ങളും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഈ ടാങ്കൊക്കെ കിടക്കുന്നത്. ഈ വെള്ളത്തിലൂടെയാണ് ആദ്യം തന്നെ ഇവിടുത്തെ എല്ലാ രോഗങ്ങളും വന്നിട്ടുള്ളത്. പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല. ഹോസ്റ്റല് ഭയങ്കര കാടിൻ്റെ ഉള്ളിലുള്ള പോലെയാണ്. ഇവിടെ പാമ്പുകൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ റൂമുകളിൽ ഷെൽഫോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. പിന്നെ അതുപോലെ മെസ് ഹാളോ അല്ലെങ്കിൽ സ്റ്റഡി ഹാളൊക്കെ ഒന്നുമില്ല. നിവേദനങ്ങൾ പലകുറി നൽകി. ഗതികെട്ട വിദ്യാർത്ഥികൾ സർവകലാശാലയ്ക്ക് മുന്നിൽ സമരം നടത്തി. എന്നിട്ടും കണ്ണു തുറക്കാൻ വൈസ് ചാൻസലറോ അധികാരികളോ തയ്യാറായില്ല. ഉറക്കം നടിക്കുന്നവരെ എന്തു ചെയ്യാനൊക്കും? ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.